ഇന്ന് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ദിവസമാണ്. അവരെ രണ്ട് വാക്കുകൊണ്ട് അനുസ്മരിക്കുക എന്നത് സാന്ദർഭികമായ ഇൽമാണല്ലോ. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണല്ലോ. മാത്രമല്ല, ചരിത്രത്തിൽ അവരെ വിസ്മരിക്കുന്നത് ചരിത്രത്തോടും മഹബത്തിനോടും ചെയ്യുന്ന ക്രൂരതയാണ്. ഈ ലോകത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ പ്രഥമ സഹധർമ്മിണിയും പ്രധാന ഭാര്യയുമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. അവിടുത്തെ ജീവിതാധ്യായത്തിൽ കടന്നു വന്ന, അവിടെ ഹൃദയത്തിൽ കയറിക്കൂടിയ, അവരുടെ പ്രകീർത്തനത്തിൽ ശ്രദ്ധേയയായ, അവരുടെ സ്നേഹത്തിൽ രാജാത്തിയായ, അവിടത്തേക്ക് താങ്ങും തണലുമായി അള്ളാഹു കനിഞ്ഞു നൽകിയ, അവിടുത്തെ ജീവിതത്തിൻ്റെ ബാഹ്യമായ പ്രയാസങ്ങളുടെ മാറ്റത്തിന് കാരണക്കാരായ, അവിടുത്തെ ഹൃദയത്തിൻ്റെ സാന്ത്വനത്തിന് ഏറ്റവും വലിയ സംഗീതം മുഴക്കിയ, ലോക ചരിത്രത്തിലെ അത്ഭുതകരമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ, കാരണക്കാരിയായ, ലോകത്തെ ഞെട്ടിച്ച ഹബീബിന്റെ സഹധർമ്മിണിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്താണ്. പലപ്പോഴും അവരുടെ വേർപാടിന് ശേഷം മറ്റു ഭാര്യമാരുടെ മുമ്പിൽ വെച്ച്, വിശിഷ്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ വെച്ച്, അവരാണല്ലോ പ്രായം കുറഞ്ഞ അതിബുദ്ധിമതിയായ ഹബീബിന്റെ വൈജ്ഞാനിക അധ്യാപനങ്ങളെ പിൽക്കാല വിഭാഗത്തിന് എത്തിക്കാൻ അള്ളാഹു നിയോഗിച്ച പ്രധാനപ്പെട്ട സഹധർമ്മിണി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അവരുടെ മുമ്പിൽ വെച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വാനോളം പുകഴ്ത്തി പറയാറുണ്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവേണ്ട, മഹബത്ത് കൊണ്ട് ഉണ്ടാവേണ്ട ചില അസ്വാരസ്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞു, എങ്ങനെ പറഞ്ഞാലും അത് തള്ളല്ലേ എന്ന് വെച്ചു. പറയുന്നത് തള്ള് എന്ന അർത്ഥത്തിലാ, അതൊരു വൃദ്ധയായ പല്ല് പോയ പെണ്ണല്ലേ എന്ന് വെച്ചു. വഫാത്തായി ഖബറിൽ കിടക്കുന്ന ഒരാളെ കുറിച്ച് കന്യകയായ, സുന്ദരിയായ, ബുദ്ധിമതിയായ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഇങ്ങനെ പ്രതികരിച്ചാല് സാധാരണ രീതിയിൽ ചിരിക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വെച്ചുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അപ്പൊ ചിരിക്കല്ല, മുഖത്തിന്റെ കളറാണ് മാറിയുന്നത്. അപ്പൊ എത്രയാണ് ആ സ്നേഹത്തിന്റെ കടുപ്പം. മരിച്ചോരെ വയ്ക്കാണ്ട് വിട്ടാ പോരെ, അത് സാരില്ല, ഇപ്പൊ മുമ്പിലില്ലല്ലോ, ഈ ഉള്ളതിനെ സോപ്പടിച്ചിട്ട് ഒപ്പം നിർത്തിയാ പോരെ എന്നെല്ലാം ചിന്തിച്ച് വഫാത്തായി പോയ, പ്രായം കൂടിയ ഖദീജ ഉമ്മയെ തൊട്ടപ്പോൾ പൊള്ളി മുഹമ്മദ് മുസ്തഫ. എന്തേ പറഞ്ഞുള്ളൂ, ഇഷ്ടമുള്ളൊരു ഭാര്യ പറയേണ്ട ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ലോകത്ത് എന്തും ഷെയർ ചെയ്യാൻ പറ്റും, മഹബത്ത് ഷെയർ ചെയ്യാൻ പറ്റൂല. അങ്ങനെയല്ലോ, പ്രത്യേകിച്ച് ഭാര്യഭർത്തൃ ലോകത്ത് അങ്ങനെയാണ്. മഹബത്ത് ഷെയർ ചെയ്യാൻ സമ്മതിക്കൂല, അതൊരു സ്നേഹമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വന്നത് ഇങ്ങനെ പറയലെന്നെ വേണേ, അത് ഒന്നല്ലെങ്കിൽ ഒരു തള്ളല്ലേ എന്ന് വെച്ചു. മുഖത്തിന്റെ കളറാണ് മാറി, ചുവന്നു തൊടിച്ചു. പിന്നൊരു പറച്ചിലാണ്, ആയിഷ എന്താ കരുതിയത്, മാ അബ്ദലനിയല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ മെച്ചപ്പെട്ട ഒരു സഹധർമ്മിണിയെ അള്ളാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അറിയില്ല, ഇനിയിപ്പൊ ഇയ്യൊക്കെ ഉണ്ടല്ലോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്നാണ് എല്ലാരും പറയാ. കാരണം ഈ നിലവിലുള്ളതിന്റെ സ്നേഹം നിലനിർത്തണം. പക്ഷെ മോത്തോക്കിയിട്ട് പറഞ്ഞുണ്ട്, നീ അടക്കം ഖദീജയേക്കാൾ ഹൈറുള്ള ഒന്നിനെ അള്ളാഹ് എനിക്ക് പകരാക്കിയിട്ടില്ല. കാരണം നാട്ടുകാര് മൊത്തം എന്നെ എതിർത്ത സമയത്ത് എന്നെ വിശ്വസിച്ച് നെഞ്ചോട് ചേർത്തി പിടിച്ച ആളാണ് ഖദീജ എന്ന് മുഹമ്മദ് മുസ്തഫ. അത് വല്ലാത്തൊരു ഓർമ്മയാണ്. കുടുങ്ങിയ സമയത്ത് സഹായിച്ചവനെ എന്നും ഓർക്കണം. ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് സഹായിച്ചവരായിരിക്കും മനസ്സിലെപ്പോഴും ഉണ്ടാകുക. ആ സമയത്ത് നമ്മൾ പിന്നെയും കഷ്ടപ്പെടുത്തിയവര്
എങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകില്ല. അങ്ങനെയല്ലേ ചില സമയങ്ങളാണ്. ഇത് ഏറ്റവും കുടുങ്ങിക്കുന്ന സമയമാണ്. നാട്ടുകാരോട് പറഞ്ഞിട്ട് കേൾക്കണില്ല. നാട്ടുകാർ മുഴുവനും തല്ലും വെക്കാണോ ആട്ടും കുത്തും പരിഹാസങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും അടിയും ചവിട്ടും എല്ലാം ആകുമ്പോ നിങ്ങളും കണ്ട് വരി ഞാൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാൻ ഒരാള്, അതിന്റെ പേരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അത് മറ്റൊരു രൂപത്തിൽ വായിക്കുമ്പോ അതിനേക്കാളും വലിയ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മൊത്തം അങ്ങനെയാണ്. ഒക്കെ അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ്. ആദ്യത്തെ കല്യാണം ഖദീജ ബീവി, ഡിഫറൻസ് 15 വയസ്സ്. ഉമ്മാന്റെ പ്രായമുണ്ട്. 15-ാം വയസ്സിൽ ഉമ്മയിക്കൂടെ ഇതിൽ തന്നെ ഉണ്ടാവും. 15-ാം വയസ്സിൽ ഉമ്മായ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ഇതിലുണ്ടാവും. ഉണ്ട്, ഉറപ്പാണ്. ഇതിലുണ്ട്, ഉറപ്പാ. 15-ാം വയസ്സിൽ ഉമ്മയായ ഭാര്യമാരുടെ ഭർത്താക്കന്മാര് ഈ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഒന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അയക്ക് ഞാൻ എത്ര എണ്ണണം എന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കണ്ടത്. ഒന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് എത്ര എണ്ണണം എന്ന് എനിക്കറിയാത്ത. ഞാനിത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നവർക്കൊക്കെ മനസ്സിലാക്കും. പക്ഷെ ഞാൻ തുറന്നു പറയില്ല എന്ന് മാത്രം. അതാണ്. അപ്പൊ 15-ാം വയസ്സിൽ ഉമ്മാന്റെ പ്രായമുള്ള ആളെയാണ് ഭാര്യയാക്കിയത്. സുബ്ഹാനല്ലാഹ്. എത്ര കൊല്ലം? 25 കൊല്ലം. 15 കൊല്ലം വ്യത്യാസമുള്ള ഒരാളെ ഭാര്യയാക്കിയിട്ട് 25 കൊല്ലം ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് അത് ഒരാൾക്കേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. ഈ ആളൊരു പെണ്ണുങ്ങളെ ആളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. പണത്തിന് വേണ്ടി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പണം ഇല്ലാതായ പ്രശ്നം തുടങ്ങൂലേ? അങ്ങനെയല്ല ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. പണത്തിന് വേണ്ടി മാത്രം കല്യാണം കഴിച്ചാ എത്ര മാസമാണ് നീണ്ടുക്കുക? നമ്മളെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചിട്ട് അവസാനം പാമ്പിനെ കൊണ്ട് ഭാര്യയെ കൊന്ന ആൾക്കാർ വരല്ലേ? പണത്തിന് വേണ്ടിയിട്ടല്ല കഴിച്ച്. മൂർഖം പാമ്പിനെ വാങ്ങി ഭാര്യനെ കൊത്തി കൊല്ലാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയണ കാര്യമല്ല അതൊക്കെ. കാരണം കെട്ടിയത് പണത്തിന് വേണ്ടി. പണം കിട്ടി, അല്ലെങ്കിൽ ഉള്ള പണം കഴിഞ്ഞ് രണ്ടാളും കൂടി ചെലവഴിച്ചു കഴിഞ്ഞു. ഈ പ്രേമവും മാലയും വളയൊക്കെ ആഗ്രഹിച്ച് ചാടിപ്പോയ കല്യാണങ്ങളൊക്കെ അങ്ങനെയല്ലേ? വളവൂരും മാലവൂരും പൈസ കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡിന്റെ സൈഡ് കൊണ്ടിട്ട് രാത്രി തട്ടും. പിന്നെ മുരിങ്ങാക്കായാണ്. ആർക്കത് അറിയാത്തത്? പണത്തിന് വേണ്ടിയാണെങ്കിൽ 25 കൊല്ലത്തിനിടയിൽ 1 മിനിറ്റ് പോലും സൗന്ദര്യപ്പണക്കം പോലും ഉണ്ടായിട്ടില്ല. അത്ഭുതല്ലേ? സൗന്ദര്യപ്പണക്കം സ്വാഭാവികല്ലേ? ആയിഷാബിനായിട്ട് ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ള ഭാര്യമാരായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഖദീജാവിനേറ്റ് ആ കൊല്ലത്തിനിടയിൽ 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ്. കേവല വ്യക്തിപരമായ ഇച്ഛയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കാര്യങ്ങളല്ല. മാംസബന്ധിത ഇക്കിളിയുമല്ല. അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഏറ്റവും പ്രയാസമുള്ള സമയത്ത് ഉമ്മാന്റെ പ്രായമുള്ള സഹധർമ്മണി, അത് അള്ളാന്റെ പണിയാണ്. കാരണം എന്താ അറിയോ? അന്ന് ഖദീജ ബീവി അല്ലായിരുന്നെങ്കിൽ, ആയിഷ ബീവിയെ പോലെ പ്രായം കുറഞ്ഞ ഒരാളാണ് ഭാര്യയെങ്കിൽ എങ്ങനെയാണ് ഇത് താങ്ങാൻ കഴിയുക? അപ്പൊ മുമ്പ് 2 ഭർത്താക്കന്മാരെ സ്വീകരിച്ച പരിചയം വേണം. ഖദീജാവിക്ക് നേരത്തെ കല്യാണം ഉണ്ട്. 2 ഭർത്താക്കന്മാരെ സ്വീകരിച്ച് അവരുടെ വിധവയായ ഭാര്യയാണ്. അവർ 2 പേരിലും കുട്ടികളുണ്ടായിട്ടുണ്ട്. കുട്ടികളുള്ള മുമ്പ് 2 ഭർത്താക്കന്മാര് വിവാഹം കഴിച്ച ഭാര്യയാണ് ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അതിനെയാണ് സ്വീകരിച്ചത്. ആര്? 25 വയസ്സ് പ്രായമുള്ള ചുറുചുറുക്കുള്ള അൽ അമീൻ എന്ന് പ്രസിദ്ധനായ, ആരെ വേണമെങ്കിലും അന്ന് ഏതാളുകളും കെട്ടിച്ചു കൊടുക്കുന്ന അതീവ സുന്ദരനായ വ്യക്തിത്വവും സ്വഭാവവും പേഴ്സണാലിറ്റിയും കഴിവും സത്യസന്ധതയും നീതിയും അവിടുത്തെ ബറക്കത്തും എല്ലാം തർക്കമില്ലാതെ മുഴുവൻ ആളുകളും അനുഭവിക്കുന്ന, വിശ്വസിക്കുന്ന, ആദരിക്കുന്ന മുഹമ്മദ് മുസ്തഫ. ആരും കിട്ടും. പക്ഷേ 2 കുട്ടികളുള്ള, മുമ്പ് 2 ഭർത്താക്കന്മാരാൽ വിവാഹിതയായ ഉമ്മാന്റെ പ്രായമുള്ള ഒരാളെയാണ് ഭാര്യയായിട്ട് സ്വീകരിച്ചത് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? അപ്പോഴാണ് കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി നബുവത്തിന്റെ ഭാരം, നബുവത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാരം അത് വഹിച്ച കാരണത്താൽ പേടിച്ച് വിറച്ച്, പനിയുടെ ആധിക്യത്താൽ ശരീരം വിറച്ച് താഴെ ഇറങ്ങിയിട്ട്
വീട്ടിലാണ്ട് എത്തിയാൽ ഉമ്മാന്റെ പ്രായമുള്ള മുമ്പ് 2 ഭർത്താക്കന്മാരെ ട്രീറ്റ്മെന്റ് ചെയ്ത് പരിചയമുള്ള ഒരാൾ വേണം. അല്ലാതെ പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്കും പനിയുണ്ടാവുക. അതിന് അള്ളാഹു താല അന്ന് ഖദീജ ബിയെ അള്ളാഹു തെരഞ്ഞെടുത്തു. അങ്ങനെ വായിക്കണം അത്, അല്ലെങ്കിൽ അന്ന് ആകെ പ്രശ്നല്ലേ. പിന്നെ എല്ലാം ശാന്തമായപ്പോ പിന്നെ വേറെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് പ്രബോധനത്തിനും മറ്റും ആവശ്യമായ വിവിധ ഘട്ടങ്ങളിലുള്ള പല ഭാര്യമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ആ ഖദീജ ബീവി മുത്തുനബിന്റെ ഖൽബിൽ പാർത്ത ഭാര്യയാണ്. ഖദീജ ബീവിയുടെ പഴയകാല പേര് തന്നെ ത്വാഹിറ എന്നാണ്. ത്വാഹിറ. കാരണം അന്നത്തെ മലീമസമായ കൾച്ചറിന്റെ ഒരു അംശം പോലും ഖദീജ ബീവിയുടെ വ്യക്തിത്വത്തിൽ അശേഷം സ്പർശിച്ചിട്ടില്ല. അതിവിശുദ്ധയായ വനിതയാണ് ഖദീജത്തുൽ കുബ്ര. അതിന് നേരെ ഇപ്പുറത്ത് പുതിയാപ്പളന്റെ പേര് അൽ അമീൻ. അപ്പൊ അൽ അമീൻ ത്വാഹിറ സംഗമമാണത്. അൽ അമീൻ ത്വാഹിറ സംഗമമാണ്. അതിൽ നിന്നാണ് പിന്നെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഫാത്തിമ ബീവി വരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ എൻ്റെ വായനയിൽ എൻ്റെ ഹൃദയത്തെ കവർന്നെടുത്ത പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ ഒന്ന്, കല്യാണത്തിന്റെ ദിവസം ചില ആളുകൾ പെറുപെറുത്തു. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഒന്നല്ലെങ്കിലും ഖദീജ ചെയ്തത് ശരിയായില്ല. ഖദീജാബി സാമ്പത്തിക മേഖലയിൽ അവരെ പിന്നിലാക്കാൻ മക്കയിലെന്ന് ആരുമില്ല. സമ്പൽ സമൃദ്ധിയുടെ രാജാത്തിയാണ്. ഇയാള് യതീമായിട്ട് ഇങ്ങനെ വളർന്നു വന്നു. പിന്നെ ഖദീജാബിന്റെ കച്ചവട സംഘത്തിൽ കൂടി. എന്നിട്ട് പൈസ ഒന്നും വല്ലാതെ ഇല്ലാതെ ഒരു തൊഴിലാളിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ തന്റെ കച്ചവട സംഘത്തിലെ പണമില്ലാതെ യതീമായിട്ട് വളർന്ന തൊഴിലാളിയായ മുഹമ്മദിനെ, പൈസക്കാരനൊന്നും അല്ലല്ലോ, ഇത്ര വലിയ പൈസക്കാർത്തിയായ ഖദീജ ഭർത്താവായി സ്വീകരിച്ചത് ശരിയായില്ല എന്ന് ചില ആളുകൾ പെറുപുറത്തു. ഇത് ഖദീജാവിന്റെ ചവിട്ടിൽ കിട്ടി. ആ സമയത്ത് കല്യാണത്തിന്റെ ദിവസം ഈ പറഞ്ഞ ആളുകളെയും മക്കയിലെ പ്രമുഖരായ മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ആരും പോവരുത് എന്ന്. കല്യാണത്തിന്റെ അതേ ദിവസം എനിക്ക് നിങ്ങളൊക്കെ സാക്ഷിയാക്കിയിട്ടൊരു കാര്യം പറയാണ്ട്. എല്ലാരും ഇരുന്ന് അവരോട് പറഞ്ഞു, ഇന്നു മുതൽ ഈ മക്കയിലെ ഏറ്റവും പാവപ്പെട്ട സ്ത്രീ ഞാനാണ്. ഇന്നു മുതൽ ഈ മക്കയിലെ ഏറ്റവും വലിയ മുതലാളി എൻ്റെ ഭർത്താവായ അൽ അമീൻ മുഹമ്മദാ. കാരണം എന്റേതായുള്ള എന്തെല്ലാം സമ്പത്തുണ്ടോ അത് മുഴുവനും ഞാൻ അൽ അമീൻ മുഹമ്മദിന് കൊടുത്തു കഴിഞ്ഞു. ഇനി പാവപ്പെട്ടവൾ എന്ന് പറയാനുള്ള ഒന്നുണ്ടെങ്കിൽ ഞാനാണ്. ഇനി ധനാഢ്യൻ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് അൽ അമീൻ മുഹമ്മദാണ്. മേലാലി വർത്താനം പറയരുത്. എന്താണ് ജീവിതത്തിന്റെ ഔന്നത്യം ആ ഒറ്റ വാക്കുകൊണ്ടുണ്ടായത്? അല്ല പറഞ്ഞില്ലേ, നിങ്ങൾ നോക്കുങ്ങള്, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. അലം യജിദ്ക, അല്ലാഹു അങ്ങേ എത്തിച്ചില്ല, യതീമൻ അനാഥനായി, ഫആവാ എന്നിട്ട് വല്യപ്പമാരിലൂടെ, വല്യപ്പയിലൂടെ, പിതൃവ്യനിലൂടെ, പിതാമാനിലൂടെ അല്ലാഹു അങ്ങയെ പോറ്റിയില്ലേ നബിയേ. വവജദക ളാല്ലൻ ഫഹദാ. ഒരു യാത്രയിൽ അങ്ങ് കുതിരപ്പുറത്ത് നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ, മക്ക മുഴുവനും ഞെട്ടിയപ്പോൾ അങ്ങ് എവിടെയാണുള്ളത് എന്നറിയിച്ചുകൊണ്ട് ആ തെറ്റിപ്പോയ അങ്ങേ രണ്ടാമത് വല്യപ്പാന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നതും അല്ലാഹു നബിയേ. വവജദക ആഇലൻ ഫഅഗ്നാ. സാമ്പത്തിക രംഗത്ത് ഒന്നുമില്ലാതെ പാവപ്പെട്ടവനായി കഴിഞ്ഞപ്പോൾ ഖദീജയെ കൊണ്ട് അങ്ങേ സമർത്ഥനാക്കിയത് അല്ലാഹു അല്ലേ നബിയേ. ആയത്തിങ്ങനെ അർത്ഥം വെക്കുമ്പോഴേ ഹറമിലെ ഇമാമുകൾ എങ്ങനെയാണ് കരയുന്നത് കേട്ടവർക്ക് മനസ്സിലാവും. അർത്ഥം ചിന്തിച്ചിട്ടാണ് കരയുന്നത്. കേട്ടവർക്ക് മനസ്സിലാവും അത് അർത്ഥം ചിന്തിച്ചിട്ടാണ് കരയുന്നത്. ശരിക്കും അതിന് ഉള്ളിൽ കണ്ടു പോയാലേ എന്റെ മനസ്സിൽ ഇങ്ങനെ വരും, അല്ലാഹുവിന്റെ റസൂൽ ഈ താടിന്റെ കുറ്റം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും പോലെയാണിത്. എന്താ ശൈലി അങ്ങനെയാണ്.
പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾക്ക് ഇല്ലേന്ന്. ഇതൊക്കെ മുമ്പ് ചെയ്തത് ഞാൻ തന്നെയല്ലേ, അപ്പൊ ഇഞ്ഞ് ചെയ്യാനും ഞാൻ ഉണ്ട് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അവിടെ കടന്നു വന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അതിനൊരു കളം മാത്രം ഞാൻ ഇപ്പൊ പറയാം, ഇതിപ്പോ തീരൂല. ഇന്ന് അവരെ വഫാത്തിന്റെ ദിവസം ആയതുകൊണ്ട് തറാവിന്റെ ദിവസം അതിന്റെ ബാക്കി ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഇത് കളം മാത്രം ഞാൻ പറയും. ഇത് വെറുതെ മുത്തുനബി ഈച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തൊരു പ്രേമ കല്യാണമൊന്നുമല്ല. അങ്ങനെയൊക്കെ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ചെറുപ്പക്കാരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കഴമ്പില്ല. അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഖദീജ ഉമ്മ നയിച്ചിട്ടേ ഇല്ല, അങ്ങനൊന്നും വന്നിട്ടേ ഇല്ല. ഖദീജ ബീവി ഇതിങ്ങനെ അല്ല, ഖദീജ ബീവിക്ക് അതൊക്കെ തലയിലുണ്ട്. അത് ചരിത്രം വായിച്ച കുറഞ്ഞ തലയുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഖദീജാവിയും കാബയുടെ നിഴലുള്ള പരിസരത്ത് ജീവിച്ച് വളർന്ന പെണ്ണല്ലേ. ആ ചെറിയ സമയത്ത് തന്നെ റസൂലുള്ളാഹിന് എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. കൊച്ചു സമയത്ത് തന്നെ എന്തെല്ലാം നടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് ഒരിക്കലും ഖദീജാബിയും കുറെ പെണ്ണുങ്ങളൊക്കെ കൂടി ഒരു ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ജാഹിലിയ സംസ്കാരമല്ലോ, പാട്ടും കൂത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഖദീജാബി. അപ്പൊ ഒരു പുരോഹിതൻ അതിലൂടെ എങ്ങനെയുണ്ട്. ആത്മജ്ഞാനികൾ എന്ന് ധാരാളം ഉണ്ടല്ലോ, മുൻകഴിഞ്ഞ വേദങ്ങളെ കുറിച്ച് പാണ്ഡിത്യമുള്ള ബോധമുള്ള വിവരമുള്ള ആളുകൾ എന്നുണ്ട്. ഒരു പുരോഹിതൻ എങ്ങനെയുണ്ട് വന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ആത്മജ്ഞാനികളും എപ്പോഴും പ്രചരിപ്പിച്ചിരുന്നു അന്ത്യദൂതരായ മുഹമ്മദ് നബിയെ കുറിച്ച് പേരിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മക്കത്ത് 17 കുട്ടികളുടെ പേരെന്നെ മുഹമ്മദ് എന്നാണ്. റസൂലുള്ള വരുന്നതിന് മുമ്പ്, അള്ളാന്റെ റസൂല് വരുന്നതിന് മുമ്പ് മക്കത്ത് 17 കുട്ടികളുടെ പേര് മുഹമ്മദ് എന്നാണ്. മക്കാർക്ക് മുഹമ്മദ് എന്നുള്ള പേര് പരിചയമില്ല, അവരുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ഇടലില്ല. പിന്നെ ഹബീബ നബി എത്തുന്നതിന് മുമ്പ് എങ്ങനെ പേര് വന്നത് എന്നറിയോ? അവരുടെ കുടുംബത്തിൽ മതപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരിങ്ങനെ പറയും, അവസാനത്തെ പ്രവാചകന് വരാനായിട്ടുണ്ട്, പേര് മുഹമ്മദ് എന്നാണ്. അപ്പൊ പിന്നെ ആൺകുട്ടികൾ എന്നാ ഓൽക്ക് മുഹമ്മദ് എന്ന് പേരിടും. കാരണം ഇക്കുട്ടി ആ പ്രവാചകൻ ആട്ടേന്ന് എത്തിയിട്ട് അതുകൊണ്ടാവൂലല്ലോ. അങ്ങനെ മക്കത്ത് 17 മുഹമ്മദുകൾ ഉണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും അള്ളാന്റെ റസൂൽ ആരാന്ന് എല്ലാവർക്കും അറിയാം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും എന്ന് ഖുർആൻ പറയണ്ടേ. അന്ന് വിവരമുള്ള ആളുകൾക്ക് ഈ ആളെ കണ്ടാൽ മോനെ വാപ്പ തിരിച്ചറിയും പോലെ തിരിച്ചറിയും. ഇതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് എന്ന് തിരിച്ചറിയും. അങ്ങനത്തെ കാർഡും തിരിച്ചറിയൽ കാർഡും ലക്ഷണങ്ങളും ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഇറങ്ങി വന്നത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഖദീജ ഉമ്മ അടക്കം കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായിട്ട്. അതിലൊരു പുരോഹിതൻ വന്നു. എന്നിട്ട് അവരെ ഭാഗത്തൊക്കെ പറഞ്ഞു, പെണ്ണുങ്ങളെ ഇതങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണ്, നിങ്ങൾ അറിയില്ലേ? അങ്ങനെ നോക്കുമ്പോ ഒരു തന്തപ്പൊടിയാണ്. അവ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ എന്തപ്പോ പറയാൻ പോണെന്ന്, നിങ്ങളിങ്ങനെ കളിച്ചോളിയും, അവസാനത്തെ പ്രവാചകൻ വരാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമ്പോ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ പ്രവാചകന്റെ സാധർമ്മണിയാവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചോളി. അതിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് പൂഴി വാരിയിട്ട് തന്തനെ എറിഞ്ഞു. കാരണം അത് അവിടെ വന്നിട്ട് പറയേണ്ട ഒരു വർത്താനല്ലല്ലോ, ഒരാളെ മക്കാറാക്കണ വർത്താനാണല്ലോ. നിലവിൽ ആളിവിടെ ഇല്ല, അങ്ങനത്തെ ഒരാൾ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പുതിയാപ്പിളാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പൂഴി വാരിയിട്ട് പ്രായമുള്ള ആളെ എറിഞ്ഞു, അല്ലാണ്ട് പോയി. ഖദീജാവി എറിഞ്ഞില്ല, ഖദീജാവിന്റെ തലേക്കാണ്ട് കയറി ഇയാളാ വർത്താനം. ഖദീജാവി ഇരുന്ന് അങ്ങനെ ചിന്തിച്ചു പെരീക്കോയിന്നാണ്. ഖദീജാവി പൂഴിയെടുത്ത് ഇറങ്ങിയില്ല. മാത്രല്ല ഖദീജാവി റളിയല്ലാഹു തആല അൻഹയാണ് മുത്തുനബി ഇങ്ങോട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ ചുവടുവെപ്പുകളും നടത്തിയത് ഖദീജത്തുൽ കുബ്രയാണ്. അതിൽ പ്രധാനപ്പെട്ട കച്ചവടമൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഖദീജാന്റെ തലയിൽ ഇത് നല്ലോണ്ട്. അത് ചരിത്രം ഉൾവഴിയിലൂടെ ശരിക്കും യാത്ര ചെയ്ത് പഠിച്ചാൽ മനസ്സിലാവും. ഓരോന്ന് ഇമാമിയങ്ങൾ പറഞ്ഞല്ലോ. കുറച്ചൊക്കെ നമുക്ക് തലച്ചോറില്ലേ, ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളിലേക്ക് തികട്ടി വരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. ആ പ്രസരണത്തെ തടയാൻ ആർക്കാ പറ്റുക? ഖദീജ ഉമ്മയാണ് ഇതിനൊക്കെ വഴിയുണ്ട്. കച്ചവടം അതിന്റെ ഒരു മാധ്യമമാണ്, ഒരു ട്രിക്കാണത്. ഖദീജാവിയാണ് പറഞ്ഞയച്ചത് അബൂ താലിബിന്റെ അടുത്തേക്ക്. 25കാരനായ നിങ്ങളെ അഞ്ചന മോണ്ടല്ലോ മുഹമ്മദ്, അതിനൊന്ന് വിട്ടുതരുമോ? ഖദീജാവിയാണ് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് കച്ചവടം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. അപ്പൊ അബൂ താലിബിന് ഭയങ്കര ഇഷ്ടമായി. എന്താ ഇവിടെ പട്ടിണിയാണ്, ഖദീജാവിന്റെ കൂടെ കൂടിയാൽ നല്ലൊരു സമ്പത്ത് കിട്ടും, അതുകൊണ്ട് കുടുംബം കഴിയാ. ഒന്നും ചിന്തിച്ചില്ല, കൊണ്ടുപോയിക്കോളി എന്നല്ല, ഒന്നും ചിന്തിച്ചില്ല. ആ പോക്കാണ്. ആ പോക്കിന്റെ മുമ്പേ ഖദീജ ബീവി ആളെ കുറിച്ച് മനസ്സിലാക്കി നിർത്തിയിട്ടോ. ഖദീജ ബീവി ആളെ കുറിച്ച് മനസ്സിലാക്കിയത് അറിയണമെങ്കിൽ ഇതൊന്ന് പഠിച്ചാൽ മതി. ഖദീജ ബീവി
കച്ചവട സംഘത്തിന്റെ ഉദ്യോഗസ്ഥന്റെ പേര് മൈസറത്ത് എന്നാണ്. മൈസറത്തിനെ വിളിച്ചിട്ട് ഖദീജ ബി പറഞ്ഞു, മൈസറത്തെ, ഇപ്രാവശ്യം നീ നേതൃത്വം കൊടുത്തിട്ട് സംഘം പോകുമ്പോ പുതിയ ഒരാളുണ്ട്. അന്ന് തന്നെ ഖദീജാവിന്റെ ബോധം നോക്കി ഈ ആളെ കുറിച്ച്. മൈസറത്ത് ആരാന്ന് വെച്ച് അൽ അമീൻ മുഹമ്മദാ. അതുകൊണ്ട് സംഗതി മേലുദ്യോഗസ്ഥൻ ഈ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ആള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ ആൾക്കെതിരെ മറുത്തൊന്നും പറയരുത്, അത് അപ്പാടെ സ്വീകരിക്കണം. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. അല്ലെങ്കിൽ എന്നെ ഉദ്യോഗ തലത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നത്. അപ്പൊ ഖദീജാവിക്ക് ഈ പുതിയ സ്റ്റാഫിനെ കുറിച്ചുള്ളൊരു ബോധം എത്ര ഉണ്ട്? അല്ലെ അങ്ങനെ പറയോ? ആ പുതിയ സ്റ്റാഫാണ് ശ്രദ്ധിക്കണം എന്നല്ലേ പറയുള്ളൂ. പറഞ്ഞ അങ്ങനെയല്ല, ഉദ്യോഗസ്ഥ ഈ തന്നെയാണ്. പക്ഷെ ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ എതിരായിട്ടൊന്നും പറയരുത്, അത് അപ്പാടെ സ്വീകരിക്കണം. അതിന്റെ അർത്ഥം എന്താ? ഇത് സാധാരണ ആളല്ല എന്നാണ് ആ പറഞ്ഞത്. അപ്പൊ അവര് മനസ്സിലാക്കിയതാണ്. ഇനി കേട്ടോളൂ, യജമാനത്തി പറഞ്ഞത് അപ്പാടെ സ്വീകരിച്ചു മൈസറത്ത്. അല്ലമീൻ മുഹമ്മദ് ആയിട്ട് ഇങ്ങനെ പോവാണ്, എന്ത് പറഞ്ഞാലും സ്വീകരിക്കും. പക്ഷെ ഒരു സ്ഥലത്താണ് തർക്കം ഉണ്ടായത്. കച്ചവട സംഘം എത്തേണ്ട സ്ഥലത്തെത്തി. മാർക്കറ്റ് പൊടി പൊടിച്ച കച്ചവടം നടക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ് ഭാണ്ഡങ്ങൾ അയക്കരുത്, ഞാൻ പറയുമ്പോ അയച്ചാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. അതിൽ മൈസറത്ത് ആള് ഓക്കന്നെയാണ്. പക്ഷെ ഇതിനെ ആത്മീയ ജീവിയാക്കാനേ പറ്റുള്ളൂ, കച്ചവടത്തിന് പറ്റൂല. കാരണം കച്ചവടം അവിടെ നടക്കുകയാണ്. റസൂലുള്ളാഹിനെ ചരക്ക് പുറത്തേക്ക് ഇടരുത് എന്നാണ്. ആ കെട്ടി വെച്ചത് അങ്ങനെ തന്നെ നിന്നോട്ടെ, അതിപ്പോ പുറത്തേക്ക് ഇടരുത് എന്നാണ്. ഇപ്പൊ പുറത്തേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? സീസൺ കച്ചവടമാണ്. അത് കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടുപോകും, മാർക്കറ്റ് കാലിയാവും. പിന്നെ ഈ ചാക്കില് കിട്ടിയത് എന്താ കാട്ടുക? ഇതാണ് മൈസറത്തിന്റെ ഉള്ളിൽ ആലിളകിയത്. പക്ഷെ യജമാനത്തി പറഞ്ഞിട്ടുണ്ട്, ഈ ആള് എന്ത് പറഞ്ഞാലും മറുത്തൊന്നും പറയരുത്, അപ്പാടെ സ്വീകരിക്കണം. അതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നു. മൈസറത്ത് ഇങ്ങനെ എന്തിച്ചത്? ഇതിന് കൊണ്ടന്റ് ഉണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞാലും സമ്മതിക്കണില്ല, ചാക്ക് പൊട്ടിക്കരുത് എന്നാ പറയുന്നത്. മൈസറത്തെ ക്ഷമിച്ചിരുന്നു. കുറച്ചഞ്ഞപ്പോ പറഞ്ഞു, ആ ഇനി കെട്ടുകളൊക്കെ പൊട്ടിച്ചോളി, സാധനങ്ങളൊക്കെ പുറത്തിറക്കിക്കോളിന്ന്. സാധനങ്ങളൊക്കെ പുറത്തിറക്കി ഇങ്ങനെ നിന്ന് മാർക്കറ്റ് കാലിയായി, അങ്ങാടി കാലിയായി, ആൾക്കാരൊക്കെ പോയിക്കണം. എന്താട്ട്? മൈസറത്ത് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ക്ഷമിക്കുന്ന. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് സാധനങ്ങൾ വാങ്ങാൻ വന്ന കുറച്ച് ആളുകൾ വഴിയിൽ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അവർക്കുണ്ട് എത്താൻ പറ്റിയിട്ടില്ല. ഓല് വന്നപ്പോഴേക്ക് മാർക്കറ്റ് ചന്ത കാലിയായിക്കണം. ഓല അടിച്ചു കയറി വന്ന് എവിടെ ഒരു സാധനമില്ല. അപ്പോഴാണ് ഇവിടെ ഒരു കച്ചവടക്കാര് കുറച്ച് സാധനങ്ങളേറ്റിരിക്കുന്നുണ്ട്. അടിച്ചു വാരി വന്നിട്ട് ഇവര് ചോദിക്കുന്നതിനേക്കാളും ഡബിള് വില കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അവര് കൊണ്ടുപോയി. മൈസറത്തിന്റെ കാലും കയ്യും പറക്കാൻ തുടങ്ങി. മൈസറത്ത് ഇയാളെ കെട്ടിപ്പിടിച്ച് കവിളത്തൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അല്ലമീൻ മുഹമ്മദേ, ഞാൻ ഖദീജക്ക് വേണ്ടി കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് കൊല്ലം 40ആയി. ഈ 40 കൊല്ലത്തിനിടയിൽ ഇങ്ങനൊരു ലാഭം ഉണ്ടായിട്ടില്ല. ഈ ലാഭത്തിന് കാരണക്കാരെങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. എവിടെ ഇരുന്നാലും ആ സ്ഥലം മുഴുവനും പ്രോജ്വലിപ്പിച്ച ലോകാത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ. കച്ചവടത്തിലാണെങ്കിൽ കച്ചവടത്തിൽ, പണിയിലാണെങ്കിൽ പണിയിൽ, നേതൃത്വത്തിലാണെങ്കിൽ നേതൃത്വം, യുദ്ധത്തിലാണെങ്കിൽ യുദ്ധത്തില്, വിജ്ഞാനത്തിലാണെങ്കിൽ വിജ്ഞാനത്തിൽ, അധ്യാപനത്തിലാണെങ്കിൽ അധ്യാപനത്തിൽ, നീതിയിലാണെങ്കിൽ നീതിയില്, യുദ്ധത്തിലാണെങ്കിൽ യുദ്ധത്തില്, ധീരതയിലാണെങ്കിൽ ധീരതയില്. ഒരു സ്ഥലത്ത് റീമാർക്കില്ല, എല്ലാ സ്ഥലത്തും ലോകത്തെ ഞെട്ടിച്ച റാങ്കിന്റെ ഉടമയാണ് അൽ അമീൻ മുഹമ്മദ്. അന്ന് തന്നെ, അന്ന് മസ്ലഹത്തിലാണെങ്കിൽ മസ്ലഹത്ത്, എല്ലാത്തിലും. ആ കച്ചവടം കഴിഞ്ഞ് വന്നപ്പോഴാണ് കല്യാണത്തിന് കളവൊരുങ്ങിയത്. ഞാൻ നിർത്തുകയാണ്, പൂതി തീരുവല്ല പറഞ്ഞു. കല്യാണത്തിന് കളവൊരുങ്ങി. എന്താ കാരണം എന്നറിയോ? ഒരു കാര്യം, ഒറ്റ കാരണം, നേരം വരികയോ? ഒരു ചെറിയ കാരണം കേട്ടോ. അന്ന് ഈ കച്ചവടത്തില് ഇതിനൊരു സ്വഭാവമുണ്ട്. നല്ല പൊടിഞ്ഞ കച്ചവടം നടന്നാല് ആ കച്ചവടത്തിന്റെ ലാഭത്തിന്റെ കാരണക്കാരൻ ഏത് പണിക്കാരനാന്ന് നോക്കും. ഓനക്ക് സാധാരണ കൊടുക്കുന്ന പൈസയേക്കാൾ യജമാനത്തിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കൊടുക്കലുണ്ട്. നമ്മളുണ്ടാവില്ല, എല്ലാവർക്കും പൈസ കൊടുക്കും. അതിന് പുറമെ ഈ ലാഭത്തിന് കാരണക്കാരപ്പനാണെങ്കിൽ അവന് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കും. അത് കൊടുക്കൽ മൈസറത്തല്ല, ഖദീജ ബീവി. മൈസറത്ത് പറഞ്ഞു, അല്ലമീൻ മുഹമ്മദ്, ഈ ലാഭത്തിന് മൊത്തം കാരണക്കാരങ്ങളാണ്, അതിലൊരു തർക്കമില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പൊയ്ക്കോളി. ആദ്യമാണ് അവര് പോവാ. അപ്പൊ യജമാനത്തിന് നല്ലൊരു പൈസ തരും. അതിന് പുറമെയാണ് പിന്നെ ലാഭമൊക്കെ കണക്കൂട്ടിയിട്ട് വേറെ ശമ്പളം കൊടുക്കുക. ആ പൈസ വാങ്ങാൻ, അത് ആനുകൂല്യമാണ്, സമ്മാനമാണ്. അത് വാങ്ങാൻ വേണ്ടി അല്ലമീൻ മുഹമ്മദിനെ എല്ലാവരും എത്തുന്നതിന് മുമ്പ് എത്താൻ പെട്ടെന്ന് പറഞ്ഞയച്ചു.
അപ്പൊ ഖദീജ ബീവി കച്ചവട സംഘം വരുന്ന ദിവസമുണ്ട്, അത് ഖദീജ ബീവിക്ക് അറിയാം. ആ ദിവസം ഖദീജ ബീവി എന്ത് ചെയ്ത് അവരെ വീടിന് മാളിക ഉണ്ടായിരുന്നു. മാളികന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് വരുന്നുണ്ടോ. ആ പാട്ടിലൊക്കെ അങ്ങനെ തന്നെ ഉള്ളത്. തരുണീമണി ബീവി ഖദീജ മാളിക മുകളിൽ കയറി നിന്നെ തിരുത്താഹ നബിയുടെ വരവിന് കാണാൻ കൊതിക്കുന്നേ. ഞാൻ ആ പാട്ട് കേട്ടിന്ന് ആദ്യകാലത്ത് ചിന്തിച്ചു അന്നൊക്കെ മാളിക വീടുണ്ടാവുന്നു. പിന്നെ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്ന് മാളിക വീടുണ്ട്, ഖദീജാവിന്റെ വീട് തന്നെ മാളികളുണ്ടായിരുന്നു. ആ മാളിക വീട്ടിൽ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് നേരം വയ്യോ. പാട്ട് കേട്ടപ്പോ ഒന്നും കൂടി ആവേശമായിക്കണം തോന്നില്ല. പാട്ടുപാടി മാത്രം ഇരിക്കാൻ പറ്റൂല കേട്ടോ. അപ്പൊ മാളിക മുകളിൽ ഇങ്ങനെ കയറിയിട്ട് നിൽക്കുകയാണ്. ഞാൻ നീട്ടി പറയാൻ തന്നെ അത്രയും കാര്യങ്ങൾ പറയാനും നീട്ടുന്ന സമയമൊക്കെ പോവല്ലേ, അതുകൊണ്ടാണ് നീട്ടാത്തത്. അത്രയും ചരിത്രങ്ങൾ തള്ളി പറയാന്ന് വിചാരിച്ചിട്ട് ആ മാളിക മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാം. ഇത് നോക്കുക കേട്ടോ, പഠിച്ചവനെ നോക്കുമ്പോ വരുന്നുണ്ട് അൽ അമീൻ മുഹമ്മദ്. നട്ടുച്ച സമയത്ത് വെയിലത്താ വരുന്നത്. പക്ഷെ ഈ ആളെ ശരീരത്തിൽ വെയിലേൽക്കണേ ഇല്ല. അപ്പൊ ഖദീജാവി ഈ അത്ഭുതമാണ് ആദ്യം നോട്ട് ചെയ്തത്. നല്ല ചൂടാണല്ലോ, അല്ലമീൻ മുഹമ്മദിന് വേർപ്പുമില്ല, ചൂടുമില്ല, വെയിലുമില്ല. അപ്പോഴാണ് ഖദീജാവി വേപ്പെട്ട് നോക്കിയപ്പോ കാർമേഘ റസൂലുള്ളാഹിക്ക് കൊടട്ട് കൊടുത്തിട്ടുണ്ട്. കാർമേഘത്തിന്റെ ഉള്ളിലാണ് അള്ളാന്റെ റസൂല് വരുന്നത്. ഇത് കണ്ടതോടുകൂടി ഖദീജാമിന്റെ നിലം വിട്ടു. ഇങ്ങനെയൊക്കെ കല്യാണം ഉണ്ടായത്, അല്ലാതെ ആളെ കണ്ട് ചൊറുക്ക് കണ്ടിട്ടല്ല, പ്രേമല്ല അത്. ഇങ്ങനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിന് പ്രേമം നോമനെ പേരിട്ട് ആകാശോട്ട് പൊളിഞ്ഞു വീഴൂല്ല. ഇത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാ. ഖദീജാവി ആകെ അത്ഭുതപ്പെട്ടു. വന്നപ്പോ സമ്മാനം കൊടുക്കണതിലൊന്നല്ല. ഖദീജാവി മൈസറത്ത് എവിടെയെന്ന് ചോദിച്ചു. അവര് വരുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോളി, ഞങ്ങൾ സംസാരിച്ചോളാം. സമ്മാനം ഒന്നും കൊടുത്തില്ല. കാരണം ഖദീജാവി തീരുമാനിച്ചു എന്ത് സമ്മാനം ഇന്നെ തന്നെ കൊടുക്കാനാ തീരുമാനിച്ചിരിക്കണേ. പിന്നെന്താ ഈ സമ്മാനം? ഖദീജാവി അപ്പൊ തന്നെ തീരുമാനിച്ചിരിക്കണേ നമ്മളെ തന്നെ കൊടുക്കാന്ന്. അല്ലാണ്ട് റസൂല് പോയി. മൈസറത്ത് വന്നപ്പോ ഖദീജാവി സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൈസറത്ത് വന്ന ഉടനെ കച്ചവടത്തിന്റെ വിശേഷ ചോദിക്കല്. അപ്പൊ അതൊന്നും ചോദിക്കണില്ല. എന്തൊക്കെ ലാഭം കിട്ടി, എന്തൊക്കെ ഇനി ബാക്കിയുള്ളത്, വിറ്റത് എവിടെ വെച്ചിട്ടാണ്, ഇതൊന്നുമില്ല. ഖദീജാവി ഒറ്റ ചോദ്യം, അല്ല മൈസറത്തെ നമ്മൾ അൽ അമീൻ മുഹമ്മദിന്റെ വർത്താനം എന്താന്ന് വെച്ച്. ഖദീജാവിക്ക് കച്ചവടം ഒന്നും അറിയന്നെ വേണ്ട, ഈ ആളെ കുറിച്ച് അറിയണം. മൈസറത്ത് അറിഞ്ഞു. എന്താ നിങ്ങൾ ചോദിക്കാൻ കാരണം എന്ന് വെച്ച്, അല്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് അത്ഭുതങ്ങളൊക്കെ കണ്ട്, ഈ ആളെ അവസ്ഥ എന്താന്ന് വെച്ച്. അപ്പം മൈസറത്തെ കണ്ട് പറയാൻ തുടങ്ങി, ഈ ആള് അത്ഭുതമല്ല, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പറഞ്ഞത്. കാരണം ഞങ്ങളെല്ലാവരും വഴിയാത്രയിലൊക്കെ നല്ല ചൂടുള്ള സമയത്തിരിക്കുമ്പോൾ ഞങ്ങൾ വേർക്കുന്നുണ്ടാവും, ഞങ്ങൾക്ക് ഉഷ്ണം ഉണ്ടാവും. ഈ ആൾക്ക് വേർപ്പില്ല, ഉഷ്ണമില്ല. ഈ ആളെ എവിടെ ഇരുന്നാലും അവിടെയൊക്കെ ഒരു കാർമേഘം ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, ഈ ആളെ മുഖം കണ്ടാൽ വഴിയോരത്തുള്ള ആത്മജ്ഞാനികളായ വേദപണ്ഡിതന്മാര് മുഴുവനും എന്നോട് ഒന്ന് ചോദിക്കും, അല്ലല്ലല്ല ഇതാരാള്, ഇതാരാള് എന്ന്. ഞാൻ പറയും അതിന്റെ കച്ചവടത്തിലുള്ള ആള്. എന്റെ കച്ചവടത്തിലുള്ള ആളാ. അവന്നല്ല. ആളങ്ങോട്ട് പറയും, എന്താ ഇയാളെ ബാപ്പാന്റെ പേര്? ഞാൻ പറയും അബ്ദുള്ള. ഉമ്മാന്റെ പേര് ആമിന, ജനിച്ചത് മക്കത്ത്, ഇയാളെ പേര് മുഹമ്മദ്. ഇതാണ്ട് കേട്ട അവര് പോയിട്ടാണ്ട് കെട്ടിപ്പിടിക്കും. കാരണം അവർക്ക് മനസ്സിലായി ഇതിൽ ആള് വേറെയാണ്. ഇങ്ങനെ ഞാൻ തോറ്റ് കണ്ടോര് മുഴുവനും ഇയാളെ കെട്ടിപ്പിടിച്ച് മുത്തലും പ്രശ്നങ്ങളുമാണ് എന്നറിയാം. പിന്നെ മൈസറത്ത് അവസാനം പറഞ്ഞേ, പിന്നെ 40 കൊല്ലം കിട്ടാത്ത ലാഭം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതിന് കാരണക്കാരൻ അതിനേക്കാളും വലിയ അത്ഭുതം. കാരണം കച്ചവട സാധനങ്ങളൊന്നും പുറത്തിറക്കരുത് എന്ന് പറഞ്ഞു, ചാക്കിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മാർക്കറ്റ് ചന്ത മുഴുവനും കാലിയപ്പം ഞാൻ ഇറക്കിക്കോളി എന്ന് പറഞ്ഞു. എനിക്കപ്പം ദേഷ്യം പിടിച്ചു. പക്ഷെ അതിന് ശേഷം ഇറക്കിയപ്പോഴാണ് വഴിയിൽ കുടുങ്ങി എന്നൊരു വിഭാഗം ആളുകൾ വന്നിട്ട് മുത്ത് വിലക്ക് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോയത്. അത് അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണം കൊണ്ട് കിട്ടിയ നേട്ടാണെന്ന് പറഞ്ഞു. ഖദീജാവിന്റെ കണ്ണെന്ന് വെള്ളാണ്ടെടുത്തു. ഖദീജാബി മണവാട്ടിയാൻ തീരുമാനിച്ചു. ഇനി ഇവിടുന്ന് ഖദീജാബിയാണ് കല്യാണം അന്വേഷിക്കുന്നതും അബൂതാലിബിന്റെ അടുത്ത് എത്തുന്നതും, പിന്നെയാണ് അള്ളാന്റെ റസൂലിനോട് അബൂതാലിബ് ഇത് പറയണതും, പിന്നെയാണ് കല്യാണത്തിന്റെ കളം ഒരുങ്ങുന്നതും. പിന്നെ എന്ത് എന്നുള്ളത് തറാവിന് ശേഷം കുറച്ചും കൂടി പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തേ നമ്മള് മിഞ്ഞാന്ന് ദ്വാരനീന്നു കണ്ടകത്ത് ബഷീർ ഖാന്റെ മോന് ഫാറൂഖ്
ഇന്ന് അദ്ദേഹത്തിന്റെ ജനാസ 10:30 മണിക്ക് കോരങ്ങത്ത് ജുമാഅത്ത് പള്ളിയിൽ മയ്യിത്തസ്കരിച്ച് ഖബറടക്കപ്പെടും. പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക. പരിശുദ്ധ റമദാനിന്റെ പ്രഥമ 10 കാരുണ്യത്തിന്റെ പേമാരിയുള്ള സമയത്ത് അള്ളാഹുവിന്റെ നിയോഗം അനുസരിച്ചുകൊണ്ട് സമയം സമാഗതമായപ്പോൾ മരിച്ചുപോയതാണ്. സമയം എത്തിയാൽ പിന്നെ ആര് എന്തെന്നൊന്നുമില്ല, മരിക്കുന്ന ഖുർആൻ കട്ടായമായി പറഞ്ഞതുമാണ്. ചെറുപ്പക്കാരനാണ്, കുടുംബത്തെ പോറ്റാൻ വേണ്ടി ആരോഗ്യം ഉള്ള കാരണത്താൽ പെടഞ്ഞ് പണിയെടുത്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ആളാണ്. അള്ളാഹു തആല കുട്ടിന്റെ ആ ചെറുപ്പക്കാരന്റെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു ഉദ്യാനാക്കി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു കാരുണ്യത്തിന്റെ കേന്ദ്രമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് അദ്ദേഹം താഴെ പോയി കിടക്കുമ്പോൾ ഭൂമിയുടെ പ്രതലത്തിലുള്ളതിനേക്കാൾ സന്തോഷവും സുഖവും സമാധാനവും സുരക്ഷിതത്വം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ. വീഴ്ചകൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരട്ടെ. അള്ളാഹു എന്തും ചരിത്രമാണെങ്കിൽ അതും അതിന്റെ ഉള്ളകം യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് ആവേശം കൊള്ളുന്ന ഈമാനിക തുടിപ്പ് വരുന്ന ഈ ഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇന്ന് ചരിത്രങ്ങളൊക്കെ വികലമാക്കി ഖുത്ബയുടെ വേദികളിൽ വരെ അവതരിപ്പിക്കുന്ന കാലമാണ്. ഫാത്തിമ ബീവിന്റെ വഫാത്തിനെ കുറിച്ച് ഇമാമിങ്ങൾ പറയാത്ത കരിന്നോണ ഖുത്ബ എന്ന് ഓമന പേരിട്ടുകൊണ്ട് ഇടടുത്ത് ഉമ്മത്തിനെ പഴപ്പിക്കാൻ വേണ്ടി മാത്രം ഒരാൾ വാ തുറന്നുകൊണ്ട് മലീമസമാക്കി കരിവാരി തേക്കാൻ ശ്രമിച്ച ദുരവസ്ഥയിലാണ്. അള്ളാഹു ഓരോന്നും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മുഖേന അത് അള്ളാഹു ഉദ്ദേശിച്ച ആ രൂപത്തിൽ അതിൻ്റെ ഹക്കായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്ത നാളെ അള്ളാഹിന്റെ പൊരുത്തത്തിന് കാരണമായി സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും ഈ റഹ്മത്തിന്റെ പദ്ധത കഴിഞ്ഞു തുടങ്ങി ഇന്ന് അവസാനത്തെ ദിവസം എന്ന പോലെ അള്ളാഹുവെ ഈ കാരുണ്യത്തിന്റെ പേമാരിയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹ് പേമാരിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ചീറ്റൽ മഴ ഉണ്ടാവുകയില്ല എന്നതാണല്ലോ സ്വാഭാവികമായ ചിന്ത. ഉണ്ടാവാതിരിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ നീ റഹ്മത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച 10 നിന്ന് ഞങ്ങൾ മാറ്റിവെക്കല്ലേ അള്ളാഹ്. ഞങ്ങളെ റഹ്മത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളെ മഗ്ഫിറത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഇത്തഖിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. സലാമത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഇസ്സത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നജാത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. തുമനീനത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. റിബിഹിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. കാവലിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നിന്റെ നദറിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നിന്റെ തിരുനോട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നിന്റെ ഖബൂലിയത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് ഈമാനിന്റെ സുഖം നൽകണേ അല്ലാഹ്. തവക്കുലിന്റെ റാഹത്ത് നൽകണേ അല്ലാഹ്. ഹിമ്മത്തിന്റെ ഗാംഭീര്യം നൽകണേ അല്ലാഹ്. യഖീനിന്റെ ഭദ്രത നൽകണേ അല്ലാഹ്. ഇഖ്ലാസിന്റെ സൗന്ദര്യം നൽകണേ അല്ലാഹ്. ഇഹ്സാനിന്റെ അഭിരുചി നൽകണേ അല്ലാഹ്. മഹബ്ബത്തിന്റെ രസം നൽകണേ അല്ലാഹ്. യഖീനിന്റെ പവർ നൽകണേ അല്ലാഹ്. ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. ഇവിടെ കച്ചവടക്കാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, പ്രവാസികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകാം. എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ കടലിലും കരയിലും അധ്വാനിക്കുന്നവരാ നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين السلام عليكم.